അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വരാതെ രാവിലേക്ക് നമ്മുടെ വീടുകളിൽ എന്തൊക്കെ ഒരുക്കി വെക്കണം, എന്തൊക്കെ സുന്നത്തുണ്ട്, എന്തൊക്കെ സുന്നത്തില്ല എന്നൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തി ചോദിച്ചു, വരാതെ രാവിലെ പായസം വെക്കണം, മധുരം വെക്കൽ സുന്നത്തുണ്ടോ, ഏതെങ്കിലും കിതാബിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന്. അതിനുള്ള ഒരു ഉത്തരവുമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ അറിയിക്കുക. ബറാത്ത് രാവ് എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹുനോട് നമുക്ക് എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം തരുന്ന, വർഷത്തിലൊരിക്കലും നമ്മുടെ ഇബാദത്തുകളെ അള്ളാഹു കണക്കെടുക്കുന്ന ഒരു രാവാണ് ബറാത്ത് രാവ്. ആ രാവിനെ നമ്മൾ ബഹുമാനിക്കണം. റഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് വരണം. ബറക്കത്തുണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയുള്ളൂ, ദാരിദ്ര്യങ്ങൾ മാറിക്കിട്ടുകയുള്ളൂ. ബറാത്ത് രാവ്, ലൈലത്തുൽ ഖദർ കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠമായ വേറൊരു രാവില്ല. ബറാത്ത് രാവിനെ പോലെ ശ്രേഷ്ഠമായ രാവ്. അത്രക്ക് നിബിധങ്ങളൊക്കെ പറഞ്ഞത് ഹദീസിൽ ഉണ്ട്. ബറാത്ത് രാവ് അള്ളാഹുവിനോട് നമ്മൾ കുടുംബത്തോട് പിണങ്ങി നിൽക്കാത്ത, ആരോടും പിണക്കമില്ലാത്ത ഒരാൾ അള്ളാഹുവിനോട് എന്ത് ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബറാത്ത് രാവിനെ നമ്മൾ ഒരുപാട് ബഹുമാനിക്കണം. ഒരുപാട് പൊറുക്കലിനെ തൊട്ട് തേടണം, നരകമോചനത്തെ തൊട്ട് തേടണം. ബറാത്ത് രാവിനേക്ക് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ വീടുകൾ എപ്പോഴും വൃത്തിയായിരിക്കണം. വീടിൽ ഒരു മാറാലകളും ഒന്നും പാടില്ല. നല്ല ക്ലീൻ ആയിട്ട് വീട് നമ്മൾ ആ ഒരു രാവിനേക്കെന്നല്ല, വർഷം മുഴുവനും നമ്മുടെ വീട് വൃത്തിയാക്കണം. എന്നാലും ആ ഒരു രാവിനെ നമ്മൾ സ്പെഷ്യലായിട്ട് കണ്ടിട്ട് അന്ന് വൃത്തിയൊക്കെ ഒന്ന് അധികരിപ്പിച്ച് നല്ലൊരു ക്ലീൻ ആയിട്ട് നമ്മൾ റഹ്മത്തിന്റെ മലക്കിനെ കാത്തു നിൽക്കും പോലെ നിൽക്കണം. ആ ഒരു രാവിലെ വീട്ടില് നല്ല സുഗന്ധം ഉണ്ടായിരിക്കണം. വീട്ടിലുള്ള അംഗങ്ങൾ പരസ്പരം നല്ല സ്നേഹത്തോടെ പെരുമാറണം. ഭാര്യ ഭർത്താക്കന്മാരാണ്, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വീട്ടിലുള്ള അംഗങ്ങളെ നിങ്ങൾ നോവിക്കരുത്. വീട്ടിലെ എല്ലാവരും നല്ല സ്നേഹത്തോടെ നിന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട ഒരു രാവാണ്. ഈ ഒരു രാവിലെ മധുര പലഹാരം ഉണ്ടാക്കുന്നതും പായസം വെക്കുന്നതും നമ്മുടെ വീടുകളിലുള്ള കുഞ്ഞു മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. ഈ ഒരു രാവിലെ നമ്മൾ സ്പെഷ്യലായിട്ട് കണ്ട് അന്ന് മധുര പലഹാരമോ വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വീട്ടിലുള്ള അംഗങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ ആ രാവിലെ സ്പെഷ്യലായിട്ട് കാണുമ്പോൾ അള്ളാഹു നമുക്ക് പ്രത്യേകം റഹ്മത്തിന്റെ മലക്കുകൾ ഇറക്കി നമുക്ക് അതിനൊക്കെ പ്രത്യേകം ഒരു പുണ്യം അള്ളാഹു നമുക്ക് തരും. ബറാത്ത് രാവിലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് വിട്ടുപോയ മരിച്ചുപോയ ഉമ്മാമ്മമാർക്കും ഉപ്പാപ്പമാർക്കും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ മറക്കരുത്. അവർക്ക് വേണ്ടി പ്രത്യേകം അന്ന് നിങ്ങൾ യാസീൻ ഓതണം. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. നാളെ പിറ്റേ നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി നമ്മുടെ മക്കള് ദുആ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ഉമ്മാമ്മമാർക്കും ഉപ്പാപ്പമാർക്കും ഒക്കെ നമ്മൾ യാസീൻ ഓതി അവരെ പഠിപ്പിച്ചു കൊടുക്കണം, അവരോട് പറഞ്ഞു കൊടുക്കണം. ഈ ഒരു രാവിനെ എല്ലാവരും ബഹുമാനിക്കുക, എല്ലാവരും ദിക്ർ ചൊല്ലുക, ദുഹാൻ സൂറത്ത് ഓതുക, യാസീൻ ഓതുക. അതുപോലെ തന്നെ വീടുകളിൽ നല്ല വൃത്തിയായി സൂക്ഷിക്കുക. വീട്ടിൽ മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി മക്കൾക്കൊക്കെ കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.